ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചാണ് ഇരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഞാനിവിടെ വന്നിട്ടിപ്പം 1 ഇയർ ആകാൻ പോവാണ്. ഇതിനിടയ്ക്ക് കാറ്റും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഈ ചുഴലിക്കാറ്റ് വീശുന്നത് പോലെയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ജെനുവിനായിട്ടുള്ള കടലിൽ ഈ ഒരു മാൽദീവ്സിൽ വരുമ്പോൾ ഉള്ള കാറ്റിൻ്റെ ശക്തി ഇതാണ്. പക്ഷേ എനിക്ക് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് കാണിക്കാൻ പറ്റില്ല. കാര്യം ഓൾറെഡി ഇവിടെ ബ്ലഡ് ആയിട്ടുണ്ട്, മഴവെള്ളം വീണിട്ട് മഴ നന്നായിട്ട് വീട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലൊന്ന് നോക്കട്ടെ, ഫ്രണ്ടിൽ നിങ്ങൾക്ക് വ്യൂ തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര കാറ്റും ഭയങ്കര മഴയാണ്. കാറ്റെന്ന് പറഞ്ഞാൽ കടലൊന്നും കാണത്തില്ല, അതുപോലെയാണ്. നിങ്ങൾ നോക്കിക്കേ, കാണാമോ നിങ്ങൾ? ഇതാണ് കേട്ടോ അവസ്ഥ. ഭയങ്കര കാറ്റാണ്, പൊടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ സൗണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് കേൾപ്പിക്കണ്ടല്ലോ, കാറ്റിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ. അത്രത്തോളം കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് ഓഫ് പുല്ല് ഇങ്ങനെ ഭംഗിക്ക് പിടിപ്പിച്ചേക്കുന്ന സംഭവമില്ലേ, അത് തന്നെ കിടന്ന് ഇളകുകയാണ്. അതൊരു കെട്ടാണ് കേട്ടോ. അത് തന്നെ ഇളക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തീവ്രതയാണ്. സീയൊന്നും കാണത്തില്ല, അവിടെ നിറച്ചിങ്ങനെ ഒരു പുകയാണ് കേട്ടോ ഫുള്ള്. മറ്റേ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ. നേരിട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇത് ഭയങ്കരമായി പോയി കേട്ടോ. നമ്മളൊക്കെ റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായി നിൽക്കും. അമ്മാതിരി കാറ്റാണ് കേട്ടോ. ഗൈസ്, നിങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നിയേക്കണ്ടോ? കടലൊക്കെ കണ്ടോ നിങ്ങൾ? ഭയങ്കര റഫാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ നോർമൽ ഒരു വിൻഡ്. ഓക്കെ, പക്ഷേ ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാനിവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫുള്ള് മണ്ണായിരുന്നു കേട്ടോ പറക്കുന്നത്. മണ്ണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒന്ന് ബ്രേക്കിന് പോയിട്ട് വന്നതാണേ. അപ്പോൾ മഴ വരുന്നത് കൊണ്ട് അവിടുന്ന് സ്പീഡിൽ പോകുന്ന കൊടുങ്കാറ്റ്, ഈ ചുഴലിക്കാറ്റിൽ നമ്മുടെ പൊടിയൊക്കെ പറന്നിങ്ങനെ പൊന്തത്തില്ലേ, അമ്മാതിരി ആയിരുന്നു ഈ മണൽ കേട്ടോ. മണൽ മൊത്തം മേത്തേ കൂടിയൊക്കെ ആയി അതുമാതിരിയായിരുന്നു. അപ്പം അത്രത്തോളം എന്താ പറയുന്നത്, പവർഫുള്ളാണ് ഇവിടുത്തെ വിൻഡ്. സീ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് കാണാമായിരിക്കും. ഇതിനകത്ത് അത്രത്തോളം ക്ലാരിറ്റി ഇല്ല, ആരും മഴ പെയ്ത് വിൻഡോ നിറച്ച് വെള്ളമായിരിക്കുകയാണേ. പക്ഷേ ആണെങ്കിൽ ഞാൻ നോക്കട്ടെ, കാണിക്കാൻ പറ്റുമെന്നേ. കണ്ടോ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ബ്രസീലിൽ ഇരിക്കുന്നത്. ഗൈസ്, എൻ്റെ കുടയുടെ കൊല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, എൻ്റെ കുട ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പോയതാണ്. ഗൈസ്, ഇങ്ങ് നോക്കൂ, കുടയുടെ കമ്പിയൊക്കെ ഒടിഞ്ഞ് പറഞ്ഞ് ഇത് ഏകദേശം വിടാറായി. എൻ്റെ കുടയുടെ കമ്പിയെല്ലാം പോയി ഗൈസ്, എല്ലാം തകർന്ന് തരിപ്പണമായി. അങ്ങനെ ഈ കുട ഇനി ഒന്നിനും യൂസ് ചെയ്യാൻ കൊള്ളില്ലെന്ന് തോന്നുന്നു. അമ്മാതിരി ആയിപ്പോയി ഗൈസ്. അപ്പോൾ മാലദ്വീപ്സിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങളെന്നെ പോലെ ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുടയ്ക്ക് പകരം ഇതുമാതിരി കുട വേണം. നമുക്ക് 2 സാധനങ്ങൾ വേണം. കുട നമുക്ക് വേണം, അത് നമ്മുടെ കുട നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്നത് വെയിലുള്ള സമയത്താണ്. നമുക്ക് ചൂടിപ്പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ സൺബേൺ അടിക്കും, ഉറപ്പാണ് കേട്ടോ. കുടയുടെ കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ തീരുമാനമായില്ല. അപ്പോൾ നമുക്ക് ഇമ്മാതിരിയുള്ള കാറ്റത്തും ഇമ്മാതിരിയുള്ള ഒരു ക്ലൈമറ്റിലും നമുക്ക് ഏറ്റവും ബെസ്റ്റ് റെയിൻ കോട്ട് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുവരെയും ഒരു വീഡിയോയിലും ഞാൻ കണ്ടിട്ടില്ല മാലദ്വീപ്സിലോട്ട് വരുന്നവരെല്ലാവരും തന്നെ കുടയുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ മാലദ്വീപ്സിലോട്ട് വരുമ്പോൾ എല്ലാവരും കുടയും കൊണ്ടാണോ തന്നെ. ആ കുട കൊണ്ടുവരുന്ന കൂടെ തന്നെ ഒരു മഴക്കോട്ടും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ 1000-ൻ്റെയും 2000-ൻ്റെയും മഴക്കോട്ട് മേടിച്ചിട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത്യാവശ്യം കട്ടി ഉണ്ടായിരിക്കണം, നമ്മൾ നനയാൻ പാടില്ല. അതായിരിക്കും എല്ലാം കൊണ്ടും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇവിടുന്ന് തന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു മഴക്കോട്ട് മേടിച്ചു. മഴക്കോട്ടെന്ന് പറഞ്ഞാൽ മഴക്കോട്ടെന്ന് പറയാൻ പറ്റില്ല, ഞാൻ കൃത്യമായിട്ട് പറയാം നമ്മുടെ നാട്ടിൽ ഏത് മഴക്കോട്ടാണ്. നമ്മൾ മറ്റേ എന്താണ്, നമ്മുടെ ഒരു 100 രൂപയുടെ ഒരു മഴക്കോട്ട് കിട്ടത്തില്ല, വളരെ നൈസായിട്ടൊരു മഴക്കോട്ട്. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയ ലാസ്റ്റ് ഇയറൊക്കെ ഇറങ്ങിയതായിരുന്നു. ആ സെയിം മഴക്കോട്ടാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ സെയിം വില തന്നെയാണ്, 100 രൂപ. 20 റുപ്പിയാണ്.
അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഈ കുടയിനേക്കാളും ഇതെൻ്റെ ഏറ്റവും ഫസ്റ്റ് ഞാൻ മാലദ്വീപ്സ് വന്നപ്പോൾ മേടിച്ച കുടയാണ്. ഇതിന് ശേഷം ഞാൻ 2 കുട മേടിച്ചു. അത് നമ്മുടെ നാട്ടിലെ കാലംകുട ഉണ്ടല്ലോ, കാലംകുടയുടെ കാലൊക്കെ ഇങ്ങനെ പ്ലക്കേന്നായിപ്പോയി. ഇതിലും കട്ടിയുള്ള കുടയാണ് കേട്ടോ അത്. ഇത് ചുമ്മാ നൈസാണ്, പക്ഷെ ഇതിലും കട്ടിയുള്ളതാണ്. അത് 2 ഒടിഞ്ഞ് പണ്ടാറടങ്ങിപ്പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ തൽക്കാലത്തേക്ക് ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമുക്ക് ഏകദേശം വെക്കേഷൻ്റെ ടൈം ആകാറായി. കിട്ടുവാനാണെന്ന് നമുക്കറിയില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. എന്നാണ് എന്നാണ് നമുക്ക് അപ്രൂവലായി കിട്ടുന്നതെന്ന് അറിയില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ച് വന്നത്. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ഓടിച്ചാടി അയ്യോ എനിക്ക് വെക്കേഷൻ ഇല്ല എന്നാരും പറയരുത്. വെക്കേഷൻ ഉണ്ട് നമുക്ക്. എന്നാണ് മിനിസ്ട്രിയിൽ നിന്ന് അപ്രൂവൽ കിട്ടണമെന്ന് അറിയില്ല. ഓക്കെ, നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡേക്ക് മുന്നേ നമുക്ക് കിട്ടും എന്താണെങ്കിലും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് കുട പുതിയത് മേടിക്കാതെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇവരെന്നെ ചതിച്ചു. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഈ കുട തന്നെ യൂസ് ചെയ്തുള്ളൂ. ഇപ്പോൾ നമുക്ക് നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നത് നമുക്ക് നഷ്ടമാണ്. കാര്യം ഇവിടുത്തെ ഇപ്പോൾ കാലം കൂടെ ആണെങ്കിൽ കൂടിയും അതിന് ബലം പറ്റത്തില്ല. ഇവിടുത്തെ വിൻഡിൻ്റെ അത്രയും സ്ട്രോങ് അല്ല. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. സോ അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ കുഞ്ഞനായവനെ കൊണ്ട് തന്നെ ഞാൻ നടക്കുന്നത് ഗൈസ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാം കാറ്റൊക്കെ കുറച്ച് ശാന്തമായിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നിറച്ച് ആ മണ്ണ് അടിച്ച് വന്നതാണ് ഗൈസ്. എനിക്കതാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ മുഖത്തെ കൂടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂക്കുന്നത് കേട്ടോ. എനിക്ക് പൊടിയൊക്കെ ഭയങ്കര അലർജിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഒരു എക്സൈറ്റഡായ ഒരു സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ പേടിച്ച് പോയി ഫസ്റ്റ് ടൈം വന്നപ്പോൾ. ആര്യം ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ചുഴലിക്കാറ്റാണോ കടൽക്ഷോഭം എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരിക്കും അല്ലേ. എൻ്റെ പിന്നെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഇതല്ലേ ഉള്ളൂ. ഈ കടൽ തീരത്തൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു സംഭവം എത്രത്തോളം ഗൗരവമുള്ളതെന്നല്ല. ഈ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സംഭവം. അപ്പോൾ മാലദ്വീപ്സിലേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, മഴക്കോട്ട് മറക്കണ്ട. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ഉണ്ടോ. അപ്പോൾ ബൈ.